പശുക്കള്ളന്മാരെ കൊണ്ട് ഗ്രാമവാസികൾ വലയുന്നു. കാസർഗോഡ് കർണാടക അതിർത്തി പ്രദേശങ്ങളായ മഞ്ചേശ്വരം, വോർക്കാടി എന്നിവിടങ്ങളിൽ നിന്ന് കറവ പശുക്കളെ ഉൾപ്പെടെയാണ് മോഷ്ടിക്കുന്നത്. നിരവധി കുടുംബങ്ങളുടെ ജീവിതമാർഗമാണ് ഇതോടെ ഇല്ലാതായത്. കള്ളന്മാരെ പിടികൂടാൻ പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. മഞ്ചേശ്വരം താലൂക്കിലെ ഗ്രാമങ്ങളിൽ നിന്നാണ് വ്യാപകമായി പശുക്കളെയും കന്നുകാലികളെയും മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത്. ഇതിനകം 2000-ഓളം പശുക്കളെ നഷ്ടമായതായി നാട്ടുകാർ പറയുന്നു. ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്ത് കറവ പശുക്കളെ വാങ്ങി ജീവിതമാർഗം കണ്ടെത്തിയവരാണ് ഇവരിൽ പലരും. 50,000 ದನದ ಅಂದಾಜು 2 ದನಗಳಾಗಿ ಅಷ್ಟು 25,000ಕ್ಕೆ ಬೆಲೆ ಉಂಟು ಅವರ ದನಗಳಿಗೆ. പോലീസിൽ പരാതി നൽകിയിട്ടും കാര്യമായ നടപടിയില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. 2 പശുക്കളെ നഷ്ടമായ മഞ്ചേശ്വരം കണ്ണുതീർത്ത സ്വദേശി ദിനേശ് കൊണ്ടുവന്ന് രാത്രി വന്തി പോലീസ് കാറിലെ ടെമ്പോ ആക്കിയിട്ട് പശുവിനെ ആളെത്തുന്ന തന്നെ എടുത്തു പോന്നു. ഞങ്ങൾ ഭയങ്കര ടെൻഷനായി പോയി. ഞങ്ങൾ പശു വളർത്തുന്ന ഞങ്ങളെ വീട്ടിൻ്റെ ഉള്ളിലെ പശുവിനെ പോയിട്ട് ഞങ്ങൾക്ക് സ്ഥിതി എത്തി. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിനി. ഇതുവരെ എന്ത് പശു കട്ടറുതാർന്ന് ക്ലൂ കിട്ടിയിട്ടില്ല. എനിക്ക് പട്ടാപ്പകൽ പോലും പശുക്കളെ പിടികൂടി വാഹനങ്ങളിൽ കയറ്റിക്കൊണ്ടുപോവുകയാണ് സംഘം ചെയ്യുന്നത്. കേരള കർണാടക അതിർത്തികൾ കേന്ദ്രീകരിച്ച് കന്നുകാലി മോഷണം നടത്തുന്ന സംഘമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. പശുക്കള്ളന്മാരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് അതിർത്തി ഗ്രാമങ്ങളായ മഞ്ചേശ്വരം, വോർക്കാടി പ്രദേശങ്ങളിലെ ജനങ്ങൾ. അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ക്യാമറാമാൻ ഷൈജു പിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്.